വൈദികനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഇക്വഡോറിലെ ക്വീറ്റോ അതിരൂപതയിലെ വൈദികനായ ഫാദർ മാക്സിമിലിയാനോ ജോസ് എസ്റ്റിപ്പിനെയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. 64 വയസ്സായിരുന്നു. മാർച്ച് 23 തിങ്കളാഴ്ചയാണ് ചിക്കാംബിയയിലെ വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അദ്ദേഹം ക്രൂരമായി കൊല ചെയ്യപ്പെടുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. ഫാദർ മാക്സ് എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ക്വീറ്റോ അതിരൂപത സംഭവത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. കൊലപാതകത്തിന് പിന്നിലെ സത്യം പുറത്തു കൊണ്ടുവരണമെന്നും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് സഭ അധികൃതർക്ക് പരാതി നൽകി. കൃത്യസമയത്തുള്ളതും സുസ്ഥിരവുമായ അന്വേഷണം വേണമെന്ന് ഭരണകൂടത്തോട് സഭ ആവശ്യപ്പെട്ടു. 1961 ജനിച്ച ഫാദർ മാക്സ് തൻ്റെ 39ാമത്തെ വയസ്സിലാണ് വൈദികനായി അഭിഷിക്തനായത്. ലളിതമായ ജീവിതശൈലിയും സാധാരണക്കാരോടുള്ള കരുണയും അദ്ദേഹത്തെ വേറിട്ടു നിർത്തിയിരുന്നു. ഗ്രാമീണ മേഖലകളിലെ പാവപ്പെട്ടവരിലേക്ക് സുവിശേഷം എത്തിക്കാൻ ചെളി നിറഞ്ഞ വഴികളിലൂടെ റബ്ബർ ബൂട്ടണിഞ്ഞ് യാത്ര ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ രീതി വിശ്വാസികൾക്കിടയിൽ ഏറെ പ്രശസ്തമായിരുന്നു. ചെളിയിൽ ഇറങ്ങാനോ കഠിനാധ്വാനം ചെയ്യാനോ അദ്ദേഹം മടിച്ചിരുന്നില്ല. സെമിനാരിയിലെ ട്രെയിനർ, വിവിധ ഇടവകകളിലെ വികാരി, വയോജന കേന്ദ്രത്തിൻ്റെ ചാപ്ലിൻ എന്നീ നിലകളിൽ അദ്ദേഹം മാതൃകാപരമായ സേവനം കാഴ്ചവെച്ചു. ഫാദർ മാക്സിൻ്റെ ഭൗതിക ശരീരം ചൊവ്വാഴ്ച വൈകുന്നേരം മുതൽ സാൻ ജുവാൻ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ പൊതുദർശനത്തിന് വെച്ചു. മാർച്ച് 25 ബുധനാഴ്ച വൈകുന്നേരം 3 മണിക്ക് ലാ അർമേനിയയിലെ സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് പള്ളിയിൽ വെച്ച് സംസ്കാര ശുശ്രൂഷകൾ നടക്കും.